കേരളത്തിൽ പാവം തമ്മിലടിക്കുന്ന വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയും എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. തൃശങ്കുവിലാണ് വി ഡി സതീശന്റെ ഭാവിയും എല്ലാം. പക്ഷെ ഒരു ഗുണം വി ഡി സതീശന് പണക്കാട് തങ്ങളുടെ അനുഗ്രഹം വി ഡി സതീശന്. അതാണ് വി ഡി സതീശന്. അത് വലിയൊരു ഘടകമാണ്. അതാണ് ഏറ്റവും വലിയ ഘടകം. ഹൈക്കമാൻഡ് പോലും ലോ കമാൻഡ് ആകുന്നത് ഇവിടെ വെച്ചായിരുന്നു. കാരണം ഹൈക്കമാൻഡിന്റെ 2 കുഞ്ഞുങ്ങളെ പാർലമെന്റിൽ എത്തിച്ചത് പണക്കാട് തങ്ങളാണ്. പണക്കാട് തങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് ആ അത്ഭുതം നടക്കില്ലായിരുന്നു. വയനാട് അങ്ങനെ ഒഴിഞ്ഞു കൊടുത്തത് കൊണ്ടാണ് അത് നടന്നത്, അല്ലേ? അതെ, ഉറപ്പായിട്ട് UDF ഇപ്പോ കോൺഗ്രസിനേക്കാൾ കൂടുതൽ വോയിസ് ഉള്ള ഒരു പാർട്ടി മുസ്ലിം ലീഗ് മാറുന്നില്ലേ? തീർച്ചയായിട്ടും അവരാണ് ഈ UDF-ന്റെ ശില്പികൾ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമുക്ക് ഓരോരുത്തരായി എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ വി ഡി സതീശൻ അങ്ങ് പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവായി തൻ്റെ കഴിവ് കഴിഞ്ഞൊരു 5 വർഷക്കാലമായി തെളിയിച്ച ഒരു വ്യക്തിയാണ്. ഒപ്പം തന്നെ ഇപ്പം അടുത്ത് നടന്ന എല്ലാ ബൈ ഇലക്ഷനും ചുക്കാൻ പിടിച്ച വ്യക്തിയാണ്. ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പിനും അദ്ദേഹം തന്നെയാണ് നേതൃത്വം നൽകിയത്. അപ്പോൾ ഒരു യുവനിരയെ പടുത്തുയർത്തി കൊണ്ടുവരിക എന്നുള്ളത് ഷാഫി പറമ്പിൽ, അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നാൽ കുറച്ചുകൂടെ ഡൈനാമിക് ആയിരിക്കുമെന്നാണ് UDF-ലെ പലരുടെയും വിശ്വാസം.